എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി സമൂസ ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനുള്ള മസാല ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പൊടികളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. ഇപ്പോൾ പൊടികളിലെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് തക്കാളി നന്നായിട്ട് വെന്തുടയ്ക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇത് മൂടി വെച്ച് വേവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മൂടി വെച്ച് വേവിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/3 കപ്പോളം ക്യാരറ്റും 1/3 കപ്പോളം ഗ്രീൻ പീസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി അതെല്ലാം നന്നായിട്ട് എല്ലാം മിക്സ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണേ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനൊന്നും മറക്കല്ലേ. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു പൊട്ടറ്റോ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വേവിച്ച് ഉടച്ച് വെച്ചതാണേ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം സവാള വഴറ്റുമ്പോഴാണ് കുറച്ച് ഉപ്പ് ചേർത്തത്, അതിനുശേഷം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഇവിടെ തയ്യാറാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനൊരു ചെറിയ ബൗളിലേക്ക് 1 സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവാണിത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റ് നമുക്ക് എടുക്കാം. അത് ഈ ഒരു രീതിയിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇത് പല രീതിയിലും നമുക്ക് മടക്കി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഈ കോണാകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതി അറിയെങ്കിൽ ആ രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. സമൂസ ഷീറ്റ് നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഈ ഫില്ലിങ് കൂടെ തയ്യാറാക്കി ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്ന് മടക്കിയെടുക്കണം. അതിനായിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല പെർഫെക്റ്റായിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ കോണാകൃതിയുടെ അവിടെയൊന്നും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ അതിനകത്ത് കയറിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മുടെ ഈ ലാസ്റ്റിലുള്ള ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേനും ഇത് വിട്ടുപോരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ടുള്ള സമൂസ ഇവിടെ റെഡിയാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒന്നും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റിന് നീളം കുറവാണെങ്കിലും ഇതുപോലെ നമ്മൾ ഒരു മടക്ക് കുറച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ സമയത്തെല്ലാം നമ്മളിത് തയ്യാറാക്കി ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വറുത്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഷീറ്റായിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ താല്പര്യാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തേതും ഇവിടെ റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഈ സമോസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അറിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണം. രണ്ട് സൈഡും നല്ലപോലെ കളറൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള കളറിലാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ സമോസ എല്ലാം അതിവിടെ റെഡിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.